അരീക്കോട് പിടിച്ചെടുത്തത് 10 ലക്ഷം രൂപയുടെ MDMA. മയക്കുമരുന്ന് എത്തിച്ചത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട്. ലഹരി എത്തിച്ച ആഡംബര കാറുകളും പിടിച്ചെടുത്തു. പിടിയിലായ അറബി അസീസിനും ഷമീറിനും അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും തെളിഞ്ഞു. മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് പിടിയിലായ രണ്ടുപേരും. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് CP ഫിറ്റിംഗ്സ്. മലപ്പുറം ജില്ലയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ലഹരി വിൽപ്പന നടത്തിവരുന്നതിനിടയിലാണ് കുപ്രസിദ്ധ കുറ്റവാളി അറബി അസീസും കൂട്ടാളിയും പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നുമായി 10 ലക്ഷം രൂപ വിലമതിക്കുന്ന 200 ഗ്രാം MDMA പിടികൂടിയത്. ലഹരി വിൽപ്പനയ്ക്കിടയിലാണ് ഇരുവരെയും അരീക്കോട് പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത്. MDMA കടത്താൻ ഉപയോഗിച്ച ആഡംബര കാറുകളും പിടിച്ചെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്തർസംസ്ഥാന ലഹരികടത്ത് സംഘത്തിലെ മുഴുവൻ ആളുകളെക്കുറിച്ചും വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. അരീക്കോട് പൂവത്തിങ്ങൽ സ്വദേശി പൂളക്കച്ചാലിൽ വീട്ടിൽ അറബി അസീസ് എന്ന അബ്ദുൾ അസീസ്, എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി കൈപ്പഞ്ചേരി വീട്ടിൽ ഷമീർ ബാബു എന്നിവരാണ് പിടിയിലായത്. അസീസ് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലായി ലഹരിക്കടത്ത്, കവർച്ച, മോഷണം 50ഓളം കേസുകളിൽ പ്രതിയാണ്. ആന്ധ്രാപ്രദേശിൽ കഞ്ചാവ് കടത്തിന് പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കൂടാതെ 2 തവണ കാപ്പയിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിയിലായ ഷമീറിനെതിരെ കരിപ്പൂർ, നിലമ്പൂർ സ്റ്റേഷനുകളിൽ അടിപിടി, ലഹരിക്കടത്ത് എന്നിവയ്ക്കും കേസുകളുണ്ട്. കൊണ്ടോട്ടി DYSP സന്തോഷ്, അരീക്കോട് ഇൻസ്പെക്ടർ സിജിത്, SI നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും അരീക്കോട് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കേരള വിഷൻ, അരീക്കോട്.